പ്രവാസ ലോകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് വിദേശത്ത് ജോലിക്കായി നിയമവിരുദ്ധമായ റിക്രൂട്ട്മെന്റുകൾ ഇന്റർനെറ്റിൽ വർദ്ധിച്ചു വരികയാണ്. ഇതുവഴി പലരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികളുമായി ബന്ധപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്യുന്ന കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ, ട്രാവൽ ഏജൻസികൾ, ഫൗണ്ടേഷനുകൾ വഴി മാത്രമേ വിദേശത്തേക്ക് ജോലി തേടി പോകാവൂ എന്ന അഭ്യർത്ഥനയോടെ പ്രാർത്ഥനയോടെ കൂടിയാണ് ഇന്നത്തെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എറണാകുളം കിഴക്കമ്പലം സ്വദേശി ചെമ്പകശ്ശേരിൽ സെബിൻ 4-5 മാസത്തോളമായി ശമ്പളമോ ജോലിയോ ഇല്ലാതെ ഇക്കാമയും തീർന്ന് നാട്ടിൽ പോകാൻ കഴിയാതെ പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷനിൽ സഹായത്തിനായി ഒടുവിൽ അഭ്യർത്ഥിച്ചു. അസോസിയേഷൻ ഭാരവാഹി സുബൈറാണ് ഈ വിഷയം നവയുഗം ജീവകാരുണ്യ പ്രവർത്തക മഞ്ജു മണിക്കുട്ടന്റെ അടുത്ത് അവതരിപ്പിച്ചത്. നിരവധി തവണ സെബിന്റെ കമ്പനിയുമായി ബന്ധപ്പെടുകയും കമ്പനി മാനേജറായ സണ്ണിയുടെ ഇടപെടലിന്റെ ഫലമായി നിയമപ്രശ്നങ്ങൾ എല്ലാം തീർത്ത് കമ്പനി എക്സിറ്റ് അടിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കേസ് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ സണ്ണി വളരെയേറെ സഹായിച്ചതായും സെബിൻ നന്ദിയോടെ ഓർക്കുന്നു. യൂണിവേഴ്സിറ്റി ബിരുദ സർട്ടിഫിക്കറ്റുകൾ നേടിയ 30 വയസ്സിന് താഴെയുള്ള പ്രവാസികളുടെ നിയമനം നിർത്തിവെക്കുവാനുള്ള തീരുമാനം ജൂലൈ 1 മുതൽ നടപ്പിലാക്കുമെന്ന് മാൻ പവർ അതോറിറ്റി ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം അൽ റൈൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. 2018 ജനുവരി 1 മുതൽ ഈ തീരുമാനം നടപ്പിലാക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ട്. എന്നാൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയും വ്യവസായ മന്ത്രിയും ഇതിന്റെ സാങ്കേതിക വശത്തെക്കുറിച്ച് വിശദമായി പഠിക്കണമെന്ന ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് ജൂലൈ വരെ നീട്ടിയത്. പുതിയ തീരുമാനപ്രകാരം ജൂലൈ 1 മുതൽ തീരുമാനം നടപ്പിലാക്കുമെന്ന് പ്ലാനിംഗ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽഡ് ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി. രാജ്യത്തെ തൊഴിൽ മേഖലയിലെ സ്വദേശി വിദേശി സന്തുലിതാവസ്ഥ ക്രമപ്പെടുത്താനാണ് ഈ തീരുമാനമെന്ന് കരുതുന്നു. സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പാക്കി വരുന്ന വേതന സുരക്ഷാ പദ്ധതിയുടെ 13ാം ഘട്ടം ഫെബ്രുവരി മുതൽ നടപ്പാക്കുമെന്ന് സൗദി തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. 30 മുതൽ 39 വരെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ ഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. ഇതുപ്രകാരം 14,000 സ്ഥാപനങ്ങൾ ഈ പരിധിയിൽ വരും. തൊഴിലാളികളുടെ കൃത്യമായ വേതനം കൃത്യസമയത്ത് തന്നെ നൽകുക എന്നതാണ് വേതന സുരക്ഷാ പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് അദ്ദേഹം അറിയിച്ചു. തൊഴിലാളികളുടെ ശമ്പളം എല്ലാ മാസവും കൃത്യതീയതിക്ക് തന്നെ തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കണമെന്നാണ് വ്യവസ്ഥ. ശമ്പളം ബാങ്കിൽ നിക്ഷേപിച്ച വിവരങ്ങൾ എല്ലാ മാസവും മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും വേണം. കൃത്യമായി ശമ്പളം നൽകാൻ താമസിക്കുന്ന സ്ഥാപനങ്ങളുടെ മേൽ മന്ത്രാലയം നടപടി സ്വീകരിക്കും. സൗദിയിലെ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം ബാങ്ക് മുഖേന നൽകണമെന്ന് അടുത്തിടെ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് തൊഴിലാളികളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ തൊഴിലുടമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 മാസം ശമ്പളം നൽകാൻ താമസിക്കുന്ന തൊഴിലുടമയിൽ നിന്നും അനുമതിയില്ലാതെ തന്നെ സ്പോൺസർഷിപ്പ് മാറ്റം നടത്താൻ തൊഴിലാളിക്ക് അനുമതിയുണ്ടാകും. വേതന സുരക്ഷാ പദ്ധതി നടപ്പാക്കിയതോടെ തൊഴിലാളി ഉടമയും തമ്മിലുള്ള പരാതികൾ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മന്ത്രാലയം അവകാശപ്പെടുന്നത്. അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശബരി ട്രാവൽസ് വഴി കുവൈറ്റിലേക്ക് വീട്ടുജോലിക്കായി പോയ മേബിൾ റെയ്നോൾഡിന്റെ ഭാര്യയാണ്. മേബിളിനെ തിരികെ എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് ഇന്ന് റെയ്നോൾഡ് ഇവിടെ പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. പറഞ്ഞുറപ്പിച്ച ശമ്പളം കിട്ടിയില്ല. അതിനെ തുടർന്ന് മേബിൾ വീട് ചാടുകയായിരുന്നു. അതിനുശേഷം സ്വന്തം മകനെ കണ്ടെത്തി അദ്ദേഹത്തിനോടൊപ്പമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ അതും വളരെയധികം ദുസ്സഹമായ ഒരു ജീവിതമാണ് അവിടെ ജീവിക്കുന്നത്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് മേബിൾ. ഇപ്പോൾ തന്റെ ഭാര്യയെ തിരികെ എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് റെയ്നോൾഡ് ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. തന്നെ ചതിച്ചത് ശബരി ട്രാവൽസ് ആണ് എന്നാണ് റെയ്നോൾഡ് പറയുന്നത്. കൂടുതൽ നമുക്ക് ചോദിച്ചറിയാം അദ്ദേഹത്തിനോട് തന്നെ. നിങ്ങളുടെ ഭാര്യനെ കൊണ്ടുപോയത് ശബരി ട്രാവൽസ് എത്ര രൂപ കൊടുത്തു? രൂപ ഞാനല്ല, വൈഫാ കൊടുത്തു. ഞാൻ അറിഞ്ഞില്ല പോയത്. നിങ്ങൾ അറിയാതെയാണ് പോയത്? അപ്പോൾ ട്രാവൽസിൽ ചെന്നപ്പോഴേ ശബരി ട്രാവൽസ് പറഞ്ഞ് അവരുടെ കയ്യിൽ പോലീസുണ്ട്, വക്കീലുണ്ട്, എന്തൊരു ചെയ്യാൻ പറ്റുമെന്ന്. എന്തിന് അവരെ ശബരി ട്രാവൽസിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നെ കൊണ്ട്. അല്ല, ശബരി ട്രാവൽസ് നിങ്ങളെ ഭാര്യ നിങ്ങൾ അറിയാതെയാണ് പോകുന്നത് അല്ലേ? ഞാൻ അവിടെ ശബരി ട്രാവൽസ് വെച്ചു
നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പറയാതെ പോയതിന് ശബരി ട്രാവൽസ് എന്ന് വെച്ചു. ശബരി ട്രാവൽസ് വഴിയാണ് ഇവര് പോകുന്നത് അല്ലേ? അവരവിടെ കൊണ്ടുപോയി ജോലിക്ക് ഏൽപ്പിച്ചു ഇല്ലേ? പറഞ്ഞ ശമ്പളം കിട്ടിയോ? ഇല്ലല്ല. എത്ര രൂപ പറഞ്ഞു? അവര് പറഞ്ഞത് 100 ദിനാറെന്നാ. എന്നിട്ട് എത്ര കൊടുത്തത്? 60. എത്ര കാലം അവിടെ ജോലി ചെയ്തു? കുവൈറ്റ് വീട്ടില. എത്ര കാലം? 2 വർഷം ചെയ്തു. അവിടുന്ന് ചാടി. എന്നിട്ട് പിന്നെ ഒരു വിവരമില്ലായിരുന്നു. എത്ര കാലം? 5 വർഷം വരെ ഒരു വിവരമില്ല. ആകെ 5 വർഷം ആയിട്ടുള്ളൂ പോയി അല്ലേ? അപ്പൊ 3 വർഷമായിട്ട് അതിലിടക്ക് ഇപ്പൊ എവിടെ ഉണ്ട്? ഇപ്പൊ അബ്ബാസിയിലുണ്ടെന്നാണ് അറിവ്. മോന്റെ കൂടെ. നിങ്ങളുടെ മോന്റെ കൂടെ ഉണ്ടെന്നുണ്ടെ കൂടെ കണ്ടെത്തിയതാ. മോനെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഒടുവിൽ മോനെ വിളിച്ചെന്ന് ഫോണിൽ. വീട്ടിൽ നിന്ന് ആരുടെ നമ്പർ? അബ്ബാസിയാൽ. ഇപ്പൊ പണിക്കത്ത് പോകുന്നില്ല. ശ്വാസം മുട്ടൊറ്റ അസുഖമുണ്ട് പുള്ളി. ഞാൻ ചോദിക്കുന്നത് ഇവരെ കാണാതാകും അല്ല? ഇവര് പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോ മോലാലിന്റെ അടുത്ത് ചാടിപ്പോകും. വേറെ എവിടെയൊക്കെയോ തിരിഞ്ഞ് മകന്റെ അടുത്തെത്തും. ഇപ്പൊ അബ്ബാസിയയില് മകന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ അവരെ കയ്യിൽ പാസ്പോർട്ടും ഉണ്ടാവില്ല, വിസ ഉണ്ടാവില്ല, ഒന്നുമില്ല. ഇവര് ഇപ്പോ നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അല്ലെ? ഇതല്ലേ സത്യം അല്ലേ? അപ്പൊ ഇവര് നാട്ടിലേക്ക് അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയാതെ പോയത്? ഞാൻ വിടൂല്ലെന്നറിയാം. ഞാൻ പറഞ്ഞു വിടൂല്ലെന്ന്. ഗൾഫിൽ പോകാൻ വിടൂല്ലെന്ന് പറഞ്ഞു. നിങ്ങളായിട്ട് വഴക്കായിട്ടാ പോയത്? ഉടക്കിയ ഒടുവിൽ ട്രാവൽസിൽ വന്നത്. എൻ്റെ അടുത്ത് നിന്ന് ഉടക്കി. എൻ്റെ അടുത്ത് നിന്ന് ഉടക്കിയ ട്രാവൽസ് വഴിയാ പാസ്പോർട്ട് എടുത്ത് വന്നത്. പാസ്പോർട്ട് എടുത്തിട്ട് ട്രാവൽസ് പാസ്പോർട്ട് എടുത്തു കൊടുത്തത്. അപ്പൊ നിങ്ങള് ഭാര്യയുമായിട്ട് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ശരിയല്ലേ? ആണ് സത്യം. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്താണ് ഭാര്യ പോകുന്നത് അല്ലേ? എത്ര മക്കളുണ്ട്? 2. 2 ആൺകുട്ടികളാ? അല്ല, ഒരു മോള്. മോളെ കല്യാണം കഴിച്ചോ? വലിയ തുറ. വലിയ തുറ കല്യാണം. നിങ്ങൾക്ക് എന്താ പണി? ഞാൻ കടൽപ്പണി. കടൽപ്പണിയാണ്. കടലിൽ പോകുന്ന ആളാണ്. അപ്പോ വൈഫും നിങ്ങളും സ്വരച്ചേർച്ചയിലല്ല? ഇല്ല. ഗൾഫിൽ പോയാലുണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. തിരിച്ചു വരാൻ താല്പര്യം. നിങ്ങള് വേറെ ജീവിതത്തിന്റെ ഇടയിൽ വഴക്കും ഗൾഫിൽ പോകണ്ട എന്ന് പറഞ്ഞപ്പോ അവർക്ക് അത് ഇഷ്ടമായില്ല. അതായത് ഈ സ്ത്രീ പോയിട്ട് 2 വർഷമായി. ആ 2 വർഷത്തിലിടക്ക് ഒരു പ്രാവശ്യമാണ് നിങ്ങളെ വിളിച്ച്. കറക്റ്റ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവരെ കാണാതായിട്ട് ഇവര് മകന്റെ അടുത്ത് അന്വേഷിച്ചെത്തി. മകൻ പോകുന്നതിന് മുമ്പ് വേറെ പിള്ളേരെ എൻ്റെ അടുത്ത് വന്നു, കൂട്ടുകാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കുവൈറ്റിൽ പുത്തുന്ന ഒരുപാട് പയ്യന്മാരുണ്ട്. അപ്പോൾ പറഞ്ഞു എൻ്റെ വൈഫ് അതിലേ പോകുന്നത് കണ്ടെന്ന്. അപ്പോൾ എൻ്റെ വൈഫ് തിരുവനന്തപുരത്തുള്ളതാണ്. പുത്തൻതോപ്പിൽ വളരെ ചുരുക്കം പേർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ തന്നെ വന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത്. അബ്ബാസിയയിലുണ്ടെന്ന്. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്നെ വിളിക്കാറുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഒരു പ്രാവശ്യം തന്നെ വിളിച്ചത്, പിന്നെ വിളിച്ചൊന്നുമില്ലെന്നാണ്. കുവൈറ്റ് വീട്ടിൽ നിന്ന സമയത്താണ് എന്നെ വിളിച്ചത്. പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം വിളിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷമം വന്നപ്പോൾ നിങ്ങളെ വിളിച്ചിട്ടില്ല? ഇല്ല. അവരെ കാണാതായപ്പോൾ വിളിച്ചിട്ടില്ല? മകന്റെ അടുത്ത് വന്നപ്പോഴും വിളിച്ചിട്ടില്ല? മകന്റെ അടുത്ത് അവർ എത്തിയപ്പോൾ വിളിച്ചോ? ഇല്ല, എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു. വിളിച്ചോ? ഇല്ല, വിളിച്ചിട്ടില്ല. ഭാര്യ വിളിച്ചോ? ഇല്ല, വിളിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങോട്ടും വിളിച്ചിട്ടില്ല? ഇല്ല, നമ്പറില്ല വിളിക്കാനും നമ്പറില്ല. മകന്റെ നമ്പറില്ലേ? മകന്റെ നമ്പർ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, മകന്റെ നമ്പറിൽ വിളിച്ചിട്ട് ഭാര്യക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുക്കൂലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? ഭാര്യ കൂട്ടാക്കിയില്ലെങ്കിൽ, ഭാര്യയുടെ അടുത്ത് ഫോണില്ലെങ്കിൽ നമ്മൾ മകനെ വിളിക്കുന്നു. മകനെ വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യക്ക് കൊടുക്കും. അതും ഉണ്ടായില്ല? ഇല്ല. മകൻ 7 മണിക്ക് പോയി കഴിച്ചാൽ 12 മണിക്കേ വരത്തുള്ളൂ രാത്രി ജോലി കഴിച്ച്. ഇപ്പൊ നിങ്ങൾ വന്നത് ഇപ്പോ എന്തിനാ? ഞങ്ങളടുത്ത് നാട്ടിൽ എത്തിക്കാനുള്ള പ്രവാസി. നാട്ടിൽ വന്ന അവർ വേറെ പോയാലും ഞങ്ങളെ കൂടെ വെക്കാതെ പോകുന്നില്ല? പോവില്ല. ഇല്ല. നിങ്ങൾക്ക് അവരെപ്പോഴും ആവശ്യമുണ്ട് അല്ലേ? അല്ലേ കുടുംബത്തിന്? ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, തനിച്ച.
അവർ നിങ്ങളൊരു പ്രാവശ്യം വിളിച്ചില്ല? ഒരു പ്രാവശ്യം. നിങ്ങൾക്ക് ഉറപ്പുണ്ട് അവർ വന്നാൽ താമസിക്കുമെന്ന്? നിങ്ങളെ കൂടെ താമസിക്കുമെന്ന് ഉറപ്പുണ്ട്? ഞാൻ കാര്യമായിട്ട് ചോദിക്കുക. മകൻ എന്താ പറയണത്? നിങ്ങളൊന്ന് ചോദിക്കാതെ വിളിച്ചിട്ട്? മകൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പ്രവാസിയിൽ പോവുകയാണ്. അപ്പം എന്താ പറഞ്ഞു? അപ്പോൾ പറഞ്ഞ് മോൻ പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞു. മേബിൾ അമ്മയും 2 മക്കളും ഉള്ള ആളാണ്. മേബിൾ 5 വർഷമായി പോയിട്ട് ഭർത്താവുമായി ആലോചിക്കാതെ അല്ലെങ്കിൽ ഭർത്താവ് സമ്മതിക്കാതെ സ്വന്തം ഇഷ്ടത്തിനാണ് ഗൾഫ് മേഖലയിലേക്ക് പോകുന്നത് ജോലി തേടിയിട്ട്. ഇദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് പോയി. ഈ 2 വർഷത്തിലിടയ്ക്ക് ഇദ്ദേഹത്തെ വിളിക്കുന്നത് ഒരു പ്രാവശ്യമാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ മകൻ കുവൈറ്റിലുണ്ട്, അയാളുടെ അടുത്തെത്തി അബ്ബാസിയയിൽ. ഇപ്പം മകൻ്റെ അടുത്തുണ്ട്, എന്നിട്ടും ഭർത്താവിനെ വിളിച്ചിട്ടില്ല. ഇദ്ദേഹം അങ്ങോട്ടും വിളിച്ചിട്ടില്ല എന്ന് സമ്മതിക്കുന്നു. ഇപ്പം ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് മേബിളിനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. മേബിളിന് ഇപ്പോൾ പാസ്പോർട്ടോ വിസയോ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇന്ത്യൻ എംബസിയിൽ അവർ പോയി അഭയം തേടണം. പ്രവാസലോകം പ്രവർത്തകർ അതിനുവേണ്ടി സഹായിക്കണം. അങ്ങനെ സഹായിക്കുമ്പോൾ പലപ്പോഴും എംബസിയൊക്കെ അതിൻ്റെ ഒരു ഫോർമാലിറ്റീസ് ഉണ്ടാവും. അവിടെ ഒരുപാട് പ്രവാസലോകം പ്രവർത്തകരുണ്ട്, അവർക്ക് അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ അറിയാം. പക്ഷേ ഇദ്ദേഹം അവരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രം സംസാരിച്ച ഭാര്യയും ഭർത്താവുമാണ് ഇവർ 2 പേരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ വരാൻ പോകുന്നത്. വന്നാൽ കുറേ കൂടി മെച്ചപ്പെട്ട ജീവിതം 2 പേരും കൂടി നയിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മകനോട് പറയാനുള്ളത്, അമ്മയെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഞങ്ങളുടെ സംഘടനയുണ്ട് അവിടെ കുവൈറ്റിൽ. അവരുമായി നിങ്ങൾ അബ്ബാസിയയിൽ തന്നെയാണ് അവിടെ ഉള്ളത്. അവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ച് അമ്മയെ നാട്ടിലയക്കാനുള്ള ചെയ്യണം. എംബസി തന്നെയാണ് ഏറ്റവും നല്ല അഭയ കേന്ദ്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ചെന്ന് കീഴടങ്ങി, എംബസി നമ്മളുടെ രാജ്യമാണ്, അവിടെ ചെന്ന് നിങ്ങളെ നാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് തുടങ്ങണം എന്ന് അമ്മയ്ക്ക് ആവശ്യപ്പെടാം. അമ്മ അത് ചെയ്ത് നാട്ടിലേക്ക് പോരുന്നതാണ് ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞതൊക്കെ മറന്ന് കുറേയും കൂടി സ്നേഹപൂർവ്വവും സന്തോഷപരവുമായ ജീവിതം 2 പേരും നയിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയേ ഇതിൽ പ്രവാസലോകത്തിന് ചെയ്യാനുള്ളൂ. ആളവിടെ ഉണ്ട്, ചില പ്രത്യേക കാരണങ്ങളാൽ നാട്ടിൽ വരുന്നില്ല, പാസ്പോർട്ടില്ല, വിസ ഇല്ല, ഇതൊക്കെയാണ്, അവർക്ക് സുഖമില്ല, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും ഈ ബന്ധങ്ങൾ നല്ല നിലയിൽ തുടരാതെ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ പ്രവാസലോകം പ്രവർത്തകർ അവർ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എംബസി വഴി നടത്തി നാട്ടിലേക്ക് അവരെ കയറ്റിവിടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സിസിലിയുടെ ജീവിതം മറുനാട്ടിൽ ജോലി അന്വേഷിച്ചു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു പാഠമാണ്. ഏജന്റ് ഉണ്ടാക്കിയ കൃത്രിമ പാസ്പോർട്ടിൽ കുവൈറ്റിലേക്ക് ജോലിക്ക് പോയി 1 വർഷത്തോളം അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു സിസിലി. എന്നാൽ കിട്ടിയ സമ്പാദ്യമാകട്ടെ കുവൈറ്റിലെ ഖത്തർ എംബസിയിലേത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ കൈകളിലാണ് ഇപ്പോൾ സിസിലിയുടെ കംപ്ലീറ്റ് സമ്പാദ്യവും. താൻ കഷ്ടപ്പെട്ട് പണിയെടുത്തു, അതിൽ പരാതിയില്ല സിസിലിക്ക്. എന്നാൽ താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ കാശ് അത് തിരികെ കിട്ടണം. അത് മാത്രമാണ് സിസിലിയുടെ ആവശ്യം. പ്രവാസ ലോകത്തിൽ ഇന്ന് എത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് ചോദിച്ചറിയാം സിസിലിക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. സിസിലി എത്ര കാലം മുമ്പ് പോയത്? ഞാൻ 2006-ലാണ് പോയത്. അന്ന് പോകുമ്പോൾ എൻ്റെ പാസ്പോർട്ട് റസിയ അബ്ദുൾ റഹ്മാൻ എന്ന പേരിലാണ്. ആ പേരിലാണ് ഞാൻ അവിടെ ജോലി ചെയ്തത്. അപ്പം ആരെ കൊണ്ടുപോയത് ഏജന്റാണ്. കുവൈറ്റിൽ പോയിട്ട് ആദ്യം വീടുകളിലായിരുന്നു ജോലി. വീടുകളിൽ ജോലി ചെയ്ത് അവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ ഇത് ഭ്രാന്തുള്ളവരെയൊക്കെ നോക്കണമായിരുന്നു.
പിന്നെ അങ്ങനെയൊക്കെ ആയി ഞാൻ ഇവിടെ തിരിച്ചു വന്ന് ഓഫീസിൽ തിരിച്ചു വന്നപ്പോഴേക്കും കുവൈറ്റ് ഖത്തർ എംബസിയിൽ അവർ വന്നപ്പോൾ ഈ അലിക്കായാണ് അന്നേരവും വന്നത്. അലിക്ക അവിടുത്തെ ഡ്രൈവറാണ് എംബസിയിൽ. അപ്പം പുള്ളി വന്നിച്ച് എന്നെ ഇവിടെ 40 ദിനാറിന് ഏജന്റ് വിട്ട് ആ എംബസിയിലെ പൈസയും ഈ വീട്ടിലെ പൈസയും കൂടെ എല്ലാം കൂടെ കൂടി ഞാൻ അലിയുടെ കൈ കൊടുക്കാനായിട്ട് സ്വർണം മേടിക്കുക ചെയ്ത്. സ്വർണം മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് സ്പോൺസർ അറബി ഖത്തർ എംബസിയിലെ ആള് പറയുന്നത്, ഇങ്ങനെ 40 ദിനാറിനും ജോലി ചെയ്ത് എത്ര നാളിങ്ങനെ ചെയ്യാനാ, അതുകൊണ്ട് ഞാൻ അക്കാമ അടിച്ചത് ഇവള് വെളിയിൽ പോയി ജോലി ചെയ്തിട്ട് ഈ പൈസ അപ്പോൾ ഒരു അറബിക്ക് ഇവർ കൊടുക്കുന്ന 400 ദിനാറ് 450 ദിനാറിന് കൊടുക്കുന്നത് ഒരു ഖദ്ദാമിന്. അങ്ങനെ ആയതുകൊണ്ട് 6 മാസം ജോലി ചെയ്തായതുകൊണ്ട് 350 ദിനാറോളം വേണ്ടി വരും പാസ്പോർട്ട് എടുക്കാൻ. അപ്പം ഞാൻ പിന്നെ ആ പൈസ സ്വർണം വിറ്റിട്ട് ആ പൈസ സെയിൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവറാണ്, ആ ഡ്രൈവറുടെ കയ്യിൽ അലിയല്ല സെയിനാണ് അലിയുടെ കയ്യിലേക്ക് കൊടുത്തത്. അലിയുടെ കയ്യിലേക്ക് കൊടുത്തത് അത് 350 ദിനാറ്. അബ്ബാസിൽ ജോലി ഇരിക്കുമ്പോഴാണ് ഈ പാസ്പോർട്ടും അക്കാമ ഇല്ലാത്തവർക്ക് റെയ്ഡ് വരുന്നത്. അപ്പൊ റെയ്ഡിന് വന്നപ്പോഴത്തേനും പോലീസുകാരൻ ഞാൻ എൻ്റെ അക്കാമ കാണിച്ച്, അപ്പൊ അവര് പറഞ്ഞു അവിടെ ഒന്ന് ജോലി ചെയ്തോളാൻ പറഞ്ഞ്. ഞാൻ അവിടെ ഒന്ന് ജോലി ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴാണ് ആ പ്ലാനിലിരിക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ കയറി വന്ന് മോശമായിട്ട് സംസാരിക്കുന്നത്. ഞാനത് അനുവദിക്കാതെ വന്നപ്പോഴത്തേനും അയാൾ പറഞ്ഞ് ഏതായാലും ഇത്രയായില്ല, ഇനി ഇവിടെ പോലീസ് സ്റ്റേഷൻ വരെ വരണം, അല്ലെങ്കിൽ എൻ്റെ ജോലി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും വേറെ 2 പെൺപിള്ളേരും കൂടി അവിടെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിൽ. ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എംബസി വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പോലീസ് റെയ്ഡ് ചെയ്തെന്ന്. അവർ പറഞ്ഞു വൈകിട്ട് വന്ന് ഇറക്കിക്കോളാന്ന് പറഞ്ഞു. അവർ വൈകിട്ട് ഇറക്കാൻ വന്നപ്പോഴേക്കും ഇവർ പറയുന്നത് വിദേശികൾ കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പാസ്പോർട്ടും ടിക്കറ്റും തന്നാൽ മതി, ആളെ ഇനി പുറത്ത് ജോലിക്ക് വിടുകയില്ലാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം പിന്നെ അവിടെ ജയിൽ വഴിയാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്. അത് എൻ്റെ സ്പോൺസർ അറബി അറിഞ്ഞിട്ടില്ല ഈ 350 ദിനാറ് ഈ അലിയുടെ കയ്യിൽ കൊടുത്ത കാര്യം. ഇപ്പം വേണ്ടത് എനിക്ക് ആ 350 ദിനാറ് ആ പൈസയാണ്. കാരണം എന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ ഒരു മനോനില പോലെ ഇരിക്കും. നമ്മളിൽ രേഖയൊന്നുമില്ല, നിങ്ങൾ സ്നേഹം കൊണ്ട് അയാളെ ഏൽപ്പിച്ചാണ്, വിശ്വാസം കൊണ്ടും. ഇതൊരു പ്രത്യേക കേസാണ്. സിസിലിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു അനാഥയുടെ അവസ്ഥയാണ് സിസിലിക്കുള്ളത്. ആരുമില്ല, ഭർത്താവില്ല, കുടുംബമില്ല, അച്ഛനുമില്ല, അമ്മയില്ല, ഒറ്റയ്ക്ക് താമസിക്കുക പാവം. ആകെ കുറച്ച് കാശുണ്ടായിരുന്നു, 350 റിയാലാണ് ഈ അലിയെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത്. അലിയെ തിരിച്ചു കൊടുത്തിട്ടില്ല. മനസാക്ഷി ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം അലിയെ. കാരണം പാവ സിസിലി പാവ. അത് അങ്ങനെ 350 റിയാലൊക്കെ നിങ്ങളതിൽ കൊടുന്ന് തന്നു വെച്ചാൽ നല്ല വിശ്വാസം. നിങ്ങളിപ്പോൾ നിങ്ങളെ ഭാഗം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഇവർ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം, എല്ലാവരും കൂടി വാങ്ങിച്ചു കൊടുക്കണം. ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുപോയിട്ട് പേര് മാറ്റി, ജാതി മാറ്റി, മതം മാറ്റിയിട്ടൊക്കെ ഇപ്പോൾ പാസ്പോർട്ട് എടുത്തത്. എന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. സിസിലി എന്ന് പറഞ്ഞാൽ അവിടെ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും സിസിലി നാട് വിട്ടുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ജോലി നോക്കുക, നല്ല കേട്ടാ. ഇവിടെ ജോലി ഉണ്ടാ? ഇവിടെ ജോലിയില്ല. എനിക്ക് ആ ഇടയ്ക്ക് സ്ട്രോക്കിന്റെ അസുഖം വന്നായിരുന്നു തലയ്ക്ക്. അതോടുകൂടി എനിക്ക് ശരിക്കും ഒരു എനർജി ഇല്ല, അങ്ങനെ ഇരിക്കുകയാണ്. ഇനി അതിനൊരു ചികിത്സ തിരുമ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോയി നിൽക്കാൻ പറ്റും. എന്തായാലും ഇതാണ് അപേക്ഷ ഉള്ളത്. 350 റിയാൽ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം പാവം. അതാണ് റിക്വസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഇത്തരത്തിലുള്ള കേസുകൾ അപൂർവം എടുക്കാറുള്ളൂ. സിസിലിയുടേതായ കാരണം ഒരു അനാഥ എന്ന നിലയിൽ അവർ വന്നപ്പോൾ നമ്മൾ എടുത്തതാണ്. തീർച്ചയായിട്ടും ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് ഈ വാങ്ങിയ ആൾക്കുണ്ടാവണം. സിസിലി എന്ന് പറഞ്ഞാൽ അവർക്ക് അത് അറിയില്ലായിരിക്കും. റസിയ അബ്ദുറഹ്മാൻ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത് അവിടെ. ശരി, ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.